ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഫ്രണ്ട്സ്, പ്രായമായ ആൾക്കാർക്കും സ്ത്രീകൾക്കും ഒക്കെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഭിത്തിയുടെ സഹായത്തോടെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് വ്യായാമങ്ങളാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ വയറ് കുറയ്ക്കാനും നിങ്ങളുടെ കാലുകൾക്കും നിങ്ങളുടെ ബോഡിക്ക് ഫുള്ളായിട്ട് നല്ല ഒരു പ്രയോജനം കിട്ടുന്ന വ്യായാമങ്ങളാണ്. നിങ്ങൾക്ക് ഒരു ഭിത്തിയുടെ സഹായത്തോടുകൂടി വീട്ടിലിത് ഫോളോ ചെയ്യാം. ഓക്കെ, പല ആൾക്കാർക്കും സ്റ്റാറ്റിക് വർക്കൗട്ടുകൾ അല്ലെന്നുണ്ടെങ്കിൽ സിറ്റിംഗ് വർക്കൗട്ടുകളൊക്കെ പാടായിട്ട് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെ ഉപകാരപ്പെടുന്ന വ്യായാമമാണ്. അപ്പം നമ്മൾ ഫസ്റ്റിലത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത്, നിങ്ങൾ ഇതേപോലെ നിന്നതിന് ശേഷം നിങ്ങൾക്ക് വാൾ പുഷപ്പ് ചെയ്യാം. ഇതേപോലെ നിങ്ങൾ വാൾ പുഷപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ചെസ്റ്റ് മാക്സിമം ആ ഒരു ഭിത്തിയോട് ചേർത്ത് പോകാനായിട്ട് ശ്രമിക്കുക. വളരെ നല്ല ഒരു വർക്കൗട്ടാണിത്. നിങ്ങളുടെ കൈ ഷോൾഡർ ലെവലിലാണ് വെക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എൽബോ മടങ്ങിപ്പോരുത്, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ചെയ്യണം. ഇത് നിങ്ങളുടെ ചെസ്റ്റ് മസിലിനും ഷോൾഡർ മസിലിനും ബാക്ക് മസിലിനും നല്ല ഒരു വ്യായാമമാണ്. നിങ്ങൾ ഒരു 20 റെപ്സ് ഈ ഒരു വർക്കൗട്ട് ചെയ്യുക. സൂപ്പർ വർക്കൗട്ടാണ്. രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇതേപോലെ കൈ നിവർത്തി, കൈ നല്ല രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ ഭിത്തിയിൽ ഇതേപോലെ വെച്ചതിന് ശേഷം നിങ്ങൾ അല്പം ബാക്കിലോട്ട് നിൽക്കുക. അതിനുശേഷം നിങ്ങളുടെ ഓരോ കാലായിട്ട് ഇതേപോലെ പതുക്കെ മുകളിലോട്ട് ഉയർത്താം, ഞാൻ ഈ ചെയ്യുന്നത് പോലെ. ഇത് നിങ്ങളുടെ ആബ്സിന് വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. അതേ കണക്ക് തന്നെ നിങ്ങളുടെ കാലുകൾക്കും നല്ല വർക്കൗട്ടാണ്. നിങ്ങളുടെ ഗ്ലൂട്ട് മസിൽ എൻഗേജ്ഡ് ആവുന്നുണ്ട്, നിങ്ങളുടെ വയറിലെ പേശികൾ എൻഗേജ്ഡ് ആവുന്നുണ്ട്. അപ്പം ഈ ഒരു വർക്കൗട്ട് നിങ്ങൾക്ക് ഒരു കാലിൽ ഒരു 15 20 പ്രാവശ്യം വെച്ചിട്ട് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ കൈ മടങ്ങിപ്പോരുത്, കൈ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിവർത്തി തന്നെ ഇരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ മേളിലോട്ട് കാല് ഉയർത്തുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക, താഴോട്ട് കാല് ഉയർത്തുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഒരു കാലിൽ ഒരു 20 പ്രാവശ്യം മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ വർക്കൗട്ടിലോട്ട് പോകാം. വളരെ ഈസി ആയിട്ടുള്ള വ്യായാമങ്ങളാണ്, നല്ല പ്രയോജനം തരുന്ന വ്യായാമങ്ങളാണ്. മൂന്നാമത്തെ വ്യായാമം അതേപോലെ നിങ്ങൾ കൈ സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ പിടിക്കുക. അതിനുശേഷം കാല് ഉയർത്തുക പതുക്കെ മുമ്പിലോട്ട്, അതിനുശേഷം ബാക്കിലോട്ട് ഇതേപോലെ കൊണ്ടുപോകുക. കണ്ടില്ലേ, ഇതേ കണക്കായിരിക്കണം നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, കൈ മടങ്ങിപ്പോരുത്, നിവർത്തി തന്നെ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ ലോവർ ബാക്കിന് നല്ല ഒരു എക്സസൈസാണ്, ഗ്ലൂട്ട് മസിലിന് നല്ല ഒരു വ്യായാമമാണ്. അതേപോലെ നിങ്ങളുടെ ഹാംസ്ട്രിങ്, കാലുകൾ, നിങ്ങളുടെ ആബ്സിൻ്റെ ഭാഗത്തെ മസിൽസ് സ്ട്രോങ് ആക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു നല്ല എക്സസൈസാണ്. നിങ്ങൾ ഒരു കാലിൽ 15 തൊട്ട് 20 പ്രാവശ്യം വരെ ഈ ഒരു വർക്കൗട്ട് നിങ്ങൾക്ക് ചെയ്യാം. പല ആൾക്കാർക്കും ഒരുപാട് ടഫായിട്ടുള്ള വർക്കൗട്ടുകളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ വ്യായാമം ചെയ്യണമെന്നുള്ള ആഗ്രഹം കാണും. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെ പ്രയോജനം തരുന്ന വ്യായാമങ്ങളാണ്. ആർക്ക് വേണമെങ്കിലും ഒരു ഭിത്തിയിൽ നിങ്ങൾക്ക് കൈകൾ ചേർത്ത് ഇതേപോലെ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ വ്യായാമങ്ങൾ പരിശീലിക്കാം. നിങ്ങൾക്ക് ദിവസേന ചെയ്യാവുന്ന വ്യായാമങ്ങളാണ്. അതേപോലെ തന്നെ ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങൾക്ക് പ്രോഗ്രസ് ആക്കി കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അപ്പം അടുത്ത വ്യായാമം, നമ്മൾ ഇതേപോലെ ഭിത്തിയിൽ കൈവെക്കുക, സ്ട്രൈറ്റ് ആയിട്ടിരിക്കട്ടെ കൈ. അതിനുശേഷം ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ ചെയ്യുന്നത് ഇതേപോലെ പതുക്കെ താഴ്ത്ത് വരിക. കൈ ഒരു കാരണവശാലും ഭിത്തിയിൽ നിന്നും മാറരുത്. നല്ല ഒരു സ്ട്രെച്ചിങ് നിങ്ങൾക്ക് ഇതുവഴി കിട്ടുന്നുണ്ട് ബാക്ക് മസിലിന്. അതേപോലെ തന്നെ നിങ്ങളുടെ ഹാംസ്ട്രിങ്, ഗ്ലൂട്ട്സ്, തൈസ് എല്ലാം ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന ഒരു സൂപ്പർ എക്സസൈസാണിത്. നിങ്ങളുടെ കാലുകൾക്ക് ബലം കൂട്ടാൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണ്. ഇതേപോലെ ചെയ്യുക. ഓക്കെ, താഴോട്ട് നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക, മുകളിലോട്ട് അപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് 15 തൊട്ട് 20 പ്രാവശ്യം ഈ ഒരു വർക്കൗട്ട് ചെയ്യാം. സൂപ്പർ എക്സസൈസാണിത്. ഫുൾ ബോഡിക്ക് നല്ല പ്രയോജനം കിട്ടുന്നുണ്ട്, പ്രത്യേകിച്ചും നിങ്ങളുടെ ലോവർ ബോഡിക്ക് നല്ല പ്രയോജനം കിട്ടും. നിങ്ങൾ വയറ് കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വർക്കൗട്ട് മുടക്കരുത്. അപ്പം അടുത്ത ഒരു വ്യായാമത്തിലോട്ട് പോകാം. അടുത്ത വ്യായാമം ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. ഓക്കെ, അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളുടെ കൈ ഒരു വശത്തോട്ട് ട്വിസ്റ്റ് ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങളുടെ കാലും ബാക്കിലോട്ട് വരട്ടെ. ഇതേപോലെ കണ്ടില്ലേ, ഇതേ കണക്ക് കൈ വരുന്നതനുസരിച്ച് നിങ്ങളുടെ കാലും ആ ഒരു സൈഡിലോട്ട് ഇതേപോലെ ബാക്കിലോട്ട് കൊണ്ടുപോവുക. നിങ്ങൾക്ക് ഒരു കാലിൽ ഒരു 15 പ്രാവശ്യം വെച്ചിട്ട് ചെയ്യാം. ഇത് നിങ്ങളുടെ ഹിപ്പ് മസിൽസിന് നല്ല ഒരു എക്സസൈസാണ്. അതുകണക്ക് തന്നെ നിങ്ങളുടെ കാലുകൾ, നിങ്ങളുടെ ഒരു ഹാംസ്ട്രിങ്, നിങ്ങളുടെ തൈ മസിലൊക്കെ നല്ലോണം ആക്ടിവേഷൻ ആവും. അപ്പം ഇതേപോലെ തന്നെ അടുത്ത 20 പ്രാവശ്യം നിങ്ങൾ ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ അടുത്ത പ്രാവശ്യത്തെ ആ ഒരു ഭാഗത്തിനായിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പം നിങ്ങൾ കൈ ഇങ്ങനെ ബാലൻസ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ മറിഞ്ഞൊന്നും വീഴത്തില്ല. നിങ്ങൾ അതുകൊണ്ട് അതൊന്നും പേടിക്കേണ്ട, വളരെ കൺട്രോൾ ചെയ്ത് നിങ്ങൾ ചെയ്താൽ മതിയാവും.
ഓക്കെ, പല ആൾക്കാർക്കും ഉള്ള പ്രശ്നങ്ങളാണ് ഈ ലോവർ ബാക്കിനുള്ള പെയിൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കൊക്കെ വളരെ സാവധാനത്തിൽ ഇത് പരിശീലിക്കാവുന്നതാണ്. നിങ്ങളുടെ ഒബ്ലിക്സ് ഭാഗത്തെ ആ ഒരു ഫാറ്റൊക്കെ കുറയ്ക്കാനും ഇത് സഹായിക്കും. അപ്പം നമ്മുടെ ഫൈനൽ വർക്കൗട്ട് എന്ന് പറയുന്നത് ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. അതിനുശേഷം നിങ്ങളുടെ കാല് ഇതേപോലെ മുമ്പിലോട്ട് ഉയർത്തുക, ഇതേപോലെ. അതിനുശേഷം പതുക്കെ റൗണ്ട് ചെയ്ത് സൈഡിലോട്ട് കൊണ്ടുവരിക, വീണ്ടും പഴയ പൊസിഷനിലോട്ട് കൊണ്ടുപോവുക. ഈസി വർക്കൗട്ടാണ്. ഇതേപോലെ മുമ്പിലോട്ട് കൊണ്ടുവരിക, അതിനുശേഷം സൈഡിലോട്ട് കൊണ്ടുപോവുക, കാല് മുമ്പിലോട്ട് സൈഡിലോട്ട് കൊണ്ടുവന്നു, വീണ്ടും പഴയ പൊസിഷൻ. ഈ ഒരു വർക്കൗട്ട് നിങ്ങൾ ചെയ്യുന്ന വഴി നിങ്ങളുടെ ആ ഒരു ലോവർ ആബ്സ് നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ കാലുകളുടെ മസിൽസ് നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവും. ഇതേപോലെ ചെയ്യുക. ഈ ഒരു വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞുള്ളൊരു പ്രത്യേക ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഒരു നല്ല എക്സസൈസാണ്. അപ്പം നിങ്ങൾ ഒരു കാലിൽ 15 തൊട്ട് 20 പ്രാവശ്യം വരെ ഈ ഒരു വ്യായാമം നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത സൈഡിൽ നിങ്ങൾ അതേപോലെ തന്നെ ചെയ്യണം. ഇതേപോലെ ഉയർത്തുക, അതിനുശേഷം പതുക്കെ സൈഡിലോട്ട് ഇതേപോലെ. കണ്ടില്ലേ? അപ്പം ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് മറന്നു പോകരുത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു വർക്കൗട്ട് വീഡിയോസൊക്കെ വീണ്ടും വീണ്ടും കാണുവാനായിട്ട് നിങ്ങൾ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ, വളരെ ബെനിഫിറ്റായിട്ടുള്ള ഒരു വ്യായാമമാണിത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നമുക്ക് ഒരു ബൈ പറയാം.